എന്റെ മോളെ എന്ത് വെയിറ്റ് നീ ഇതൊന്നും നടക്കൂല. 5:30 എന്നിട്ട് നീ ജിമ്മിൽ പോവാ? 6 ഞാൻ ജിമ്മിൽ പോകും. 5:30 നിന്നെ സമ്മതിക്കണം. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ എന്റെ ഒന്നുമില്ല. എന്താന്ന് വെച്ചാ ഞാൻ നന്നാവാനില്ല, ഞാൻ ഓൾറെഡി നല്ലതാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ജിമ്മിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് 2-3 ദിവസം ജിം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഈവനിങ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മോർണിംഗ് പോയേക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് മോർണിംഗ് എണീറ്റ് ഇറങ്ങി ഗൈസ്. ഇനി അവളെ ഒന്ന് പോയി പിക്ക് ചെയ്തിട്ട് അങ്ങനെ ജിമ്മിൽ പോകാൻ പോവാണ് ഗൈസ്. ഇന്ന് മോർണിംഗ് ജിം നമ്മളെ റുട്ടീനിലില്ലാത്തൊരു സാധനമാണ്. സോ ഇന്ന് മോർണിംഗ് ജിമ്മിൽ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം പിക്ക് ചെയ്യാൻ, എന്നിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മുടെ ബഡി എത്തിയിട്ടുണ്ട് ഗൈസ്. ബഡി നമ്മുടെ ആള് എന്താണ് രാവിലെ അതെ അതെ എന്താ പരിപാടി ഇന്ന്? ആദ്യം രാവിലെ നേരത്തെ എന്നിട്ട് വന്നിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നേ? സാധാരണ ഇതൊന്നും മനസ്സിലായില്ലേ? അതെ മനസ്സിലായി. നിന്റെ ഗെറ്റപ്പ് കണ്ടിട്ട് അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതെ അതെ, എന്റെ ഊള ഗെറ്റപ്പ്. ഇത് നല്ല വെയിലാണ് ഗൈസ് പുറത്ത്, അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്കുന്നത്. കണ്ണില് നല്ലോണം അടിക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ എടുത്തിട്ടോ. അപ്പൊ അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ആണ് ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് ജിമ്മിൽ പോവാണ് ഗൈസ്. മോർണിംഗ് ജിം ഫസ്റ്റ് ആദ്യമായിട്ട് മോർണിംഗ് ജിമ്മിൽ പോകുന്നു അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും ഈവനിങ് അല്ലേ പോവാ? ആണോ? അത് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അന്നാ സെക്കൻഡ് ടൈം നമ്മൾ മോർണിംഗ് ജിമ്മിൽ പോകുന്നു ഗൈസ്. ഞാൻ എന്താന്ന് പറഞ്ഞു, ഈവനിങ് നമുക്ക് ജിമ്മില്ല എന്ന്. അപ്പോ എല്ലാവർക്കും അഡ്വാൻസ് അല്ല, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. മെരി ക്രിസ്മസ്. എൻജോയ്. നമുക്ക് കുറെ ദിവസമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ഒന്നും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. ലാസ്റ്റ് വീക്ക് ഒക്കെ നമ്മൾ ഒരു 5 ഡേയ്സിൽ 2 ദിവസം 3 ദിവസം പോകണമെന്ന് ഓർത്ത്. പക്ഷെ 1 ഡേ നമുക്ക് പോവാൻ പറ്റിയിട്ടുള്ളൂ ഗൈസ്. അതെ, 1 ഡേ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ബോഡി കാർഡിയോ പോലെ ചെയ്തിട്ട് വന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഈ വീക്ക് തൊട്ട് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാന്ന് ഓർത്തു. എന്നിട്ടും നമുക്ക് നടന്നില്ല. ഇന്നലെ ഒരു ദിവസം പോയി, ഇന്ന് 2ാമത്തെ ദിവസം. ഇന്നും ഈവനിങ് ആയതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മോർണിംഗ് തന്നെ പോയിട്ട് വന്നേക്കാന്ന് ഓർത്തു. അല്ലെങ്കിൽ ഇന്നും സ്കിപ്പ് ആക്കും നമ്മള്. നാളെ ജിം ഓഫ്. പിന്നെ നമുക്ക് ഫ്രൈഡേ കിട്ടുള്ളൂ. ഫ്രൈഡേ ഏകദേശം ഇങ്ങനെ പോകും. അതെ. ഇനി എനിക്ക് സാധാരണ തോന്നി ഈ ക്രിസ്മസ് ഈ ഡിസംബർ ജാൻ സമയത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കും മാക്സിമം എല്ലാവരുടെയും കാര്യം അല്ലേ? ഞങ്ങളുടെ ഇങ്ങനെയാണ് ഗൈസ്. ഈ ഡിസംബറും ജാനൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ ചെറിയ ഗ്യാപ്പ് ഒക്കെ ജിമ്മിൽ എടുക്കേണ്ടി വരും. റഷ് ആയിരിക്കും. ഈ ഡിസംബർ വന്നത് അറിയുന്നില്ല. ഞാൻ ഈ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തേ എനിക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എത്തിയത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പെട്ടെന്നായിരുന്നു. ക്രിസ്മസ് എത്തി ഗൈസ്. സോ അപ്പൊ ഇന്ന് അതാണ് നമ്മുടെ പ്ലാൻ. പുറത്തുനിന്നൊന്നും അല്ല. എന്ത്? നമ്മള് ജിമ്മിൽ പോകുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ, എന്നിട്ട് ആര്യാസ് കയറി ഗീ മസാല ദോശ കഴിക്കാനല്ല കേട്ടാ. പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്? അതെ അതെ, കഴിക്കാൻ വേണ്ടി. കഴിക്കുന്നത് നല്ല ഫുഡ് കഴിക്കണം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ജിമ്മിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ. ഗീ ഈസ് എ ഗുഡ് ഫാറ്റ്. ഓൾറെഡി നമുക്ക് കുറച്ച് ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇനി ഗുഡ് ഫാറ്റ് കയറ്റണമെന്നില്ല. എന്താ ഫാറ്റ് ഓക്കെയാണ്, പക്ഷെ നമുക്ക് ഓൾറെഡി ഫാറ്റ് ഉണ്ടല്ലോ. ഇനി പിന്നെയും ഫാറ്റ് കയറ്റേണ്ട കാര്യം. ബോഡിയിൽ വേണം കുറച്ച് ഗുഡ് ഫാറ്റ് കുറച്ച് വേണം. അത് ഗുഡ് ഫാറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ബോഡിയിലുള്ളത് ഫാറ്റ് ഗുഡ് ആണോ ബാഡ് ആണോ? അതിനെന്തോ ഒരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ പണ്ട് വേറൊരു ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഇൻ ബോഡി അനാലിസിസ് എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. മേ ബി എല്ലാ ജിമ്മിലും ഉണ്ടാവും, മാക്സിമം ജിമ്മിൽ ഇപ്പോൾ അതുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി അതിൽ കയറി നിന്നിട്ട് രണ്ട് സ്റ്റിക്ക് പോലെ ഉണ്ടാവും. ഹോൾഡ് ചെയ്തിട്ട് നമ്മളെ ഹൈറ്റും വെയിറ്റും അതിൽ കൊടുക്കുക. എന്നിട്ട് അത് നമ്മളെ ബോഡിയിലെ
എല്ലാ മസിലും ഫാറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. എവിടെയാണ് കുറവ്, കുറെ ഫാറ്റ്, കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എക്സ്പെക്റ്റഡ് എത്ര വേണം, അങ്ങനെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് വരും, റിപ്പോർട്ട് പോലെ അതിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വർക്കൗട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അത് എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ അത് അത്ര അക്യുറേറ്റ് ആണോ നമുക്ക് അറിയില്ല. സോ അതൊരു റിസൾട്ട് പോലെ കിട്ടാറുണ്ട്. മേ ബി അത് അക്യുറേറ്റ് ആയിരിക്കും. അതൊക്കെ അവര് പഴതവനെ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവന്നത്. എല്ലാ ജിമ്മിലും അതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് അത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലാ ജിമ്മിലും അത് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമില്ല. യെസ്, നമ്മുടെ ജിമ്മിൽ ഇപ്പൊ അതില്ല. നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. മേ ബി ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ എക്സ്പ്രസ് വേയിലെത്തി ഗൈസ്. സോ നേരെ ജിമ്മിലേക്ക് പോരാ. നല്ല വെയിലാണ് കാരണം. അതുകൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് ഇട്ടത്. ജിമ്മിൽ പോകുമ്പോ എന്തിനാ സൺഗ്ലാസ്. അപ്പൊ എല്ലാരും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്ലാൻസ് എന്താന്നൊക്കെ കമന്റ് ഹിയർ. നമുക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ. എനിക്ക് റെസൊല്യൂഷനോ? ഒരു റെസൊല്യൂഷൻ ഇല്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ എന്റെ ഒന്നുമില്ല. എന്താന്ന് വെച്ചാ അതെ, ഓൾറെഡി എനിക്കൊന്നും മാറ്റാനില്ല. ഞാൻ നന്നാവാനില്ല. ഞാൻ ഓൾറെഡി നല്ലതാണ്. ചുമ്മാ വെറുതെയാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങള് മൈൻഡ് ആക്കണ്ട. നന്നായി. ഓക്കെ, നമുക്കെന്നാ ജിമ്മിൽ പോവാം. ഗൈസ്, നമ്മൾ ജിമ്മിലെത്തി. ഗൈസ്, ഇതാ ലുത്തഫി. നമ്മുടെ ഇവരെ അറിയാലോ, പിന്നെ പറയണമെന്നില്ല. ഇതാണ് മെയിൻ ടീം, ഇവിടുത്തെ പുതിയ ട്രെയിനർ. ആംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ട്രൈസെപ്സ്. അതിന്റെ ട്രൈസെപ്സ് ഇതാണ്. അയ്യോ, ഇപ്പൊ കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്തായാലേ രാവിലെ 6 മണിക്ക് വന്ന് വർക്കൗട്ട് പൊളിച്ചില്ലേ? അപ്പൊ നമ്മള് പിള്ളേരുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇവര് പോവാടെ ഗൈസ്. അപ്പൊ നമ്മള് തുടങ്ങണ്ടേ? വേഗം 9:09. അപ്പൊ ഞങ്ങള് തുടങ്ങട്ടെ. ബാക്കിയെല്ലാം സെറ്റ് പറഞ്ഞ പോലെ റെഡിയാക്കി വെച്ചോട്ടോ. അപ്പൊ വന്നിട്ട് സംസാരിക്കാം. ഫുഡാക്കുമല്ലേ ഇന്ന് ഉച്ചക്ക് വൈകിട്ട് നമുക്ക്? അത് റെഡിയാക്കി വെക്കാനാ പറഞ്ഞ. ഓക്കെ, അതെ. ഡ്യൂട്ടിയില് ഇന്ന് വർക്കുണ്ടോ? രാത്രിയോ? ഫുള്ള് ഓണാണ്, വിചാരിക്കുന്ന പോലെയല്ല. ശരി, അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ബൈ ബൈ. നേരായില്ലോ. വെള്ളം എടുത്തിട്ട് നമ്മൾ ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇതോ പ്രോട്ടീൻ യൂസ് ചെയ്യാം, വെള്ളം എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നത്തെ ബാക്കാണോ? വിങ്സ്. ബാക്കും ബൈസെപ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ബൈസെപ്സ് ചെയ്യണ്ടേ? ഗൈസ്, നമ്മൾ വാമപ്പ് തുടങ്ങാൻ പോകുന്നു ഗൈസ്. നമ്മളെ വാമപ്പിന് എല്ലാരും പറയുന്നത് നമ്മൾ ഡാൻസ് ചെയ്യാന്നാണ്. അതെ അതെ, നമ്മൾ ഡാൻസിങ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു വാമപ്പ്. ആദ്യം നമ്മൾ ഹെഡിൽ നിന്ന് തുടങ്ങാം. ഇന്നലെ ചെസ്റ്റിന് ചെയ്തിട്ട് നല്ല വേദനയുണ്ട് സൈഡൊക്കെ. എനിക്കത്ര വേദന ഇല്ലല്ലോ. എനിക്കത്ര വേദന ഇല്ലല്ലോ. ഉണ്ട് ഇവിടെ. എനിക്ക് ആ സൈഡ് ഇത് ചെയ്യുമ്പോ ഇവിടെ വേദന ഉണ്ട്. നമ്മള് പുള്ളപ്പ് ചെയ്യാൻ പോകുന്നപ്പോ നമ്മള് ബാക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു സാധനമാണ് പുള്ളപ്പ്. പുള്ളപ്പ് ചെയ്യാൻ പറ്റൂല ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇവനെ ഞാൻ സപ്പോർട്ടർ വിളിക്കുന്നു. സപ്പോർട്ടാ? ഇല്ല, ഇത് ആക്ച്വലി ഇത് കപ്പിൾ പുള്ളപ്പ് ആണ് അല്ലേ? കപ്പിൾ പുള്ളപ്പ് എന്നെ കൊണ്ട് പറ്റൂല. നിന്നെ പൊക്കാൻ അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. എനിക്ക് പൊങ്ങാൻ വേണ്ടി സപ്പോർട്ട്, അതേ സമയത്ത് നിനക്ക് പുള്ളപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണോ? എന്നെ നീ കാല് വെച്ച് സപ്പോർട്ട് ചെയ്യോ? ഞാൻ പൊക്കണോ നിന്നെ? കാല് വെച്ച് സപ്പോർട്ട്, ലൈറ്റ് ആയിട്ട് കാല് വെച്ചോ? ഓക്കെ, ഒറ്റന്ന്. പിന്നെ മറ്റേത് ഒരെണ്ണം ചെയ്യാം. ഓക്കെ, നീ ഫസ്റ്റ് ആണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞേ. ഞാൻ ഫസ്റ്റ്
ചാട്. ഓ ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണം. ആ തെന്നു നീ സാധനം. ആ പൊങ്ങേ. എന്റെ മോളെ എന്ത് വീറ്റ് നീ. ആപ്സ് ആപ്സ് അത് ആപ്സിന്റെ വർക്കൗട്ട്. ഇതൊന്നും നടക്കൂല എനിക്ക്. ആ ഇവിടെ നടക്കൂല. ഇത് ഇവിടെ നടക്കൂലെന്ന്. ഇത് നടക്കും. വാ നമുക്ക് രണ്ടുപേർക്ക്. ആ നമുക്ക് രണ്ടുപേർക്ക് ചെയ്യാം. വാ. വയറിലൊക്കെ കിട്ടിയത് കേട്ടോ. കഴിഞ്ഞില്ലേ നിന്റെ പുള്ള? എന്നെ ഒന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോ. 1 2 I am the Superman. 3 പോട്ടെ പോട്ടെ പോട്ടെ. ഒന്നോ ആടുന്നില്ലല്ലോ. ഓ ഉള്ളപ്പൊരു സംഭവം തന്നെയല്ലേ. ആ നമ്മുടെ ബോഡി വെക്കാൻ നമുക്ക് കഴിവ് വേണം. നമ്മുടെ വെയിറ്റ് നമ്മളെ കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല. അല്ല നമ്മൾ വെക്കണം. 7 8 9 ഇല്ല 8 വരെ ഉള്ളൂ. 8 വരെ ഉള്ളോ? എന്തോ അറിയാം. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോ എവിടെ കിട്ടുമെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ അപ്പർ ബാക്ക്. എന്താ നീ പറഞ്ഞേ? എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പർ ബാക്ക് അല്ലേ? പറഞ്ഞില്ലേ എന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞ? എല്ലാം അറിയാവുന്ന പോലെ ഇപ്പൊ കിട്ടുന്നേ. ഏത് പാർട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന? ലോവർ വിങ്സ്. ലോവർ വിങ്സ് ബാക്ക്. ലോവർ ലാറ്റ്സ്. ലോവർ ലാറ്റ്സ്. ലോവർ ലാറ്റ്സ്. ലോവർ ലാറ്റ്സ്. എന്ത് കഴിഞ്ഞ? ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വരുന്നത് കഴിഞ്ഞല്ലോ. നമ്മളിത് ലോവർ ലാറ്റ്സിലേക്കാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ലോവർ ലാറ്റ്സ്. നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത അപ്പർ ലാറ്റ്സ് ആണ്. അടങ്ങി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഗൈസ് എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്. ലാസ്റ്റ് ഡേ വന്നതാ. എന്തേലും പറഞ്ഞോ? ലാസ്റ്റ് ഡേ വന്നതാ. ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ മാറിയിട്ടില്ല. നല്ല വിശക്കുന്നുണ്ട്. വന്ന് വർക്കൗട്ട് ചെയ്യാത്തതാ. പക്ഷെ രാവിലെ ആണെങ്കില് യൂഷ്വലി എണീക്കുന്ന സമയത്ത് എണീറ്റു 8:30. അപ്പൊ എന്താ വേണ്ട, അടുത്തത് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ സമയമായി. സമയം കഴിഞ്ഞു ഓൾറെഡി. വിശന്ന് കൊടല് വരെയാണ്. ഞാൻ പഴം കഴിച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ ഒരു കുഞ്ഞു പഴം കഴിച്ചായിരുന്നു. അതൊന്നും 2 പഴം കഴിച്ചു. എനിക്കിപ്പൊ കുഴപ്പമില്ല. നീ വർക്കൗട്ട് കഴിയുമ്പോ ഓക്കെ വിശപ്പ് സെറ്റ് ആവും. എനിക്കിപ്പോഴേ സമയം ലേറ്റ് ആയിട്ടുണ്ട്. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചു. ബാക്ക് കെട്ടിയാ മതി. ബാക്ക് പവറായോ? ഇങ്ങനെ കാണി. ഇങ്ങനെയാ ഇത്. അത് നീ സ്ലീവ്ലെസ് ഇടണം, എന്നാലേ നിനക്ക് കാണുള്ളൂ. ഇങ്ങനെ ഞാൻ കാണിച്ചു. ഈ ഏടി മൂസല പാട്ട് ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യും? വൈബ് പാട്ടല്ലേ? ലുത്തഫി ഇട്ടത് പാട്ട്. ലുത്തഫി ഇട്ടിട്ട് പറഞ്ഞ് കപ്പിൾ സോങ് ആണ്, നല്ലോണം വർക്കൗട്ട് ചെയ്തോന്ന്. തീപ്പൊരി പമ്പ. അതെ, എന്താ പറ്റിയത്? എനിക്ക് കൈ ഇവിടെ മുറിഞ്ഞ പോലെ ആയി, പൊള്ളിയത് പോലെ ആയി. എന്താ അത്? പാവം കൊച്ചിന്റെ കൈ പൊള്ളിയത് പോലെ ആയി ഗൈസ്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത്, പക്ഷെ അപ്പോ കൈ ഭയങ്കര പ്രസ് ആയിട്ട് ഇവിടെ കണ്ടോ വൈറ്റ് കളറിൽ കാണുന്നത്, അത് മുറിവ് വരുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ളതുപോലെ. പക്ഷെ ഇപ്പൊ അവിടെ പ്രസ് ചെയ്യുമ്പോ നല്ല വേദന എടുക്കുന്നു. ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള്. വേണ്ട, ജിമ്മിലൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട ആളേ അല്ല. കഷ്ടപ്പെട്ടാ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, കഷ്ടപ്പാടും ഇതും കഷ്ടപ്പാടാണ്. കഴിഞ്ഞില്ലേ? ഇത് എന്റെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവന്റെ ആണ്. എനിവേസ് ഗൈസ്, ഇവന്റെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സോ ഹംഗ്രി ഗൈസ്. സോ ഹംഗ്രിയാ ഗൈസ്. അവന്റെ ഒന്നുകൂടെ അല്ലേന്ന് എന്റെ അടുത്താ ചോദിക്കുന്നേ. അവന് മറന്നുപോയി. അവൻ ഒന്നുകൂടെ ഇപ്രാവശ്യം ഫുൾ പവർ, ഫുൾ ഓൺ. പാട്ട് ഓഫ് ആയി. ഇനി നീ സൗണ്ട് എനിക്കും വന്നാ എന്റെ കൈ ഇതാ.
മുറിഞ്ഞെന്ന് കൈ തോന്നുന്നു. മുറിഞ്ഞല്ല, ഇത് നോർമലി വരുന്ന എല്ലാവർക്കും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വരുന്ന സാധനമാണ് ഗൈസ്. ഇത് പ്രത്യേകിച്ച് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളെ പോലെ ഗ്ലവ് ഇട്ട് ചെയ്യുന്നവർക്കൊന്നും വരാറില്ല. ഗ്ലവ് ഇടാണ്ട് ചെയ്യുന്നവർക്ക് വരുന്ന ഇനി ഇവിടെ ഇങ്ങനെ ചെയ്ത് ഹേർട്ടായിട്ടാണ് ഇവിടെ തഴമ്പ് വരുന്നത്. ആ യെസ്. റിയൽ ഡെൽറ്റിനെ കൂടെ ചെയ്തിട്ട് നിർത്തിയാലോ? നീ ചെയ്യുന്നുണ്ടോ? ഇല്ലായിരിക്കും. ഞാൻ ചെയ്തിട്ട് അതോടെ നിർത്താം. പെട്ടെന്ന് നിർത്തിക്കോ. വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ല ഉണ്ടാവും. അതുകൊണ്ട് ഇവൻ പെട്ടെന്ന് നിർത്തുന്നതാണ് ഇവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അതെ, കുറച്ച് സീനാണ് ഗൈസ്. ഞാൻ വേഗം നിർത്താം. ഞാൻ വിരാട് കോഹ്ലി ആവും ചിലപ്പോ വിശന്ന് കഴിഞ്ഞാൽ. ഗൈസ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഫോണിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഇപ്പൊ വലിയ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരും. എന്നിട്ട് പറയും കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അത് എന്താ മാറിയോ? ഞാൻ ചേട്ടെ എന്താ ഇത് ചെയ്യുന്നേ? ആപ്സ് ആണോ? ഏതാ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പറഞ്ഞു തരൂലടാ തെണ്ടി. അയ്യോ നല്ല 1 2 3. എവിടെ പോന്നേ? ചൂടെടുക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ പിടിച്ച് താഴ്ത്തിട്ട് അവൻ മുകളിലേക്ക് കേറി പോവാ. ഇതൊക്കെ എന്തിനാ? ഇതൊന്നും വേണ്ട. മറ്റേ എനിക്ക് എത്തുന്നില്ല. എത്തും. ചാടി പിടിച്ചാൽ മതി. ഓടി ഒന്ന് ചാടി പിടിക്കും. വേണ്ട ഇന്ന് എനിക്ക് കൈ ഹേർട്ട് ആയല്ല. അതല്ല ഞാൻ ചാടി പിടിച്ചല്ലേ, എന്റെ കൈ ഹേർട്ട് ചെയ്താ. അന്ന് ചെയ്തതിൽ ആ പുതിയ സാധനത്തിൽ ചെയ്തോണ്ടാ? നോർമലി എനിക്ക് ആവാറുണ്ട്. അത് തന്നെ പതിയെ മാറിക്കോളൂ. ഞാൻ ഗ്ലൗ ഇട്ടുണ്ടല്ലോ. ചാടി വിട്ടെ. 2 3 4 10. എനിക്കും ഇല്ലേ? അത് ആ സാധനം നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ ആപ്സിനാണ് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് ബാക്ക് കഴിഞ്ഞു. നമ്മള് ബാക്ക് വർക്കൗട്ട് കഴിഞ്ഞു. ആപ്സിന്റെ ഒരു വർക്കൗട്ടും കൂടെ ഇവിടെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചുമ്മാ ചെയ്തിട്ട് അതിന്റെ കൂടെ പോയേക്കാതെ. അതെ, ഒന്നും കൂടെ തീർന്നാ നിർത്തിയേക്കാം. ചെയ്തിട്ട് പോയേക്കാം. ഓഹോ, വിശന്നിട്ടുണ്ടല്ലോ. എനിക്ക് കണ്ണ് കാണാൻ വയ്യാണ്ട്. ഇന്നത്തെ ഒരു ഉടായ്പ വർക്കൗട്ടാണ്. കൂടുതലൊന്നും മൈൻഡ് ആക്കണ്ട. രാവിലെ വരണമെങ്കിൽ കുറച്ചുകൂടെ രാവിലെ നേരത്തെ വരണം. ഇതാണ് ബാക്ക് ഓൺ. നീ എന്താ കാണിക്കുന്നേ? കാണിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ക്രിസ്മസ്. ന്യൂ ഇയറിനല്ല, നമ്മൾ വരും. കൈ ചൂട് കാറ്റ് വരുന്നേ. ചൂട് കാറ്റല്ലേ വരുന്നത്? അല്ല, ഞങ്ങള് നാളെ മറ്റന്നാ വരും. ആര്? ഞങ്ങള് വരും. ഞങ്ങള് നാളെ. നിങ്ങള് ലീവ് ആക്കിയത് കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റുക. അല്ലെ നാളെ വന്നേ. ഞങ്ങൾ അതുകൊണ്ട് എന്ന് വന്ന്. അതെ, കൂടുതൽ നിക്കണ്ട. ശരി, അപ്പൊ പോവാ. ബൈ. ഓ, നല്ല വെയില്. സാധാരണ ഇങ്ങനെയല്ലല്ലേ നമ്മൾ ഇറങ്ങുമ്പോ? കാണാനില്ല, കറുത്ത്. നല്ല വെയിലാണ്. നല്ല രാത്രി ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. കത്തുന്ന വെയില്. അമ്മേ, നിക്ക് 1 മിനിറ്റ്. ഓടിപ്പോയിട്ട് കാറിൽ കയറിയേക്കാം. ഭാഗ്യം കാറെടുത്തത്. ഇല്ലെങ്കിൽ തീർന്നേ. നേരത്താണോ ബൈക്ക് എടുക്കാൻ തോന്നാത്തത്? ഞങ്ങൾ ജിമ്മിന്റെ അവിടെ ഒരു വെജ് റെസ്റ്റോറന്റ് വരുന്നുണ്ട്. അതേതാ? അത് പതിയെ പറയാം. അതേതാന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഗൈസ്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വെജ് റെസ്റ്റോറന്റ് ആണ് ഇൻ കൊച്ചി. ചിലപ്പോ ഇവിടേക്ക് കാർ എടുത്ത് വരാൻ പറ്റുണ്ടാവില്ല. നല്ല തിരക്കാവും. അപ്പൊ ഏതാ റെസ്റ്റോറന്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയൂ. ജിമ്മിൽ വരുന്നവർക്ക് അറിയായിരിക്കും തോന്നുന്നു. അമ്മേ, ഇവിടെ ഭയങ്കര പൊടിയാണല്ലോ ഇപ്പൊ. പക്ഷെ ആ റെസ്റ്റോറന്റും ഈ സിമെന്റ് ഉണ്ടാക്കുന്ന സ്ഥലവും മാച്ച് ആവില്ലല്ലോടാ. ഇത് മാറ്റും. ഇത് പൊളിക്കും. അപ്പൊ പൊളിക്കുമായിരിക്കും. അല്ലാണ്ട് സിമെന്റ് ഇവരെന്തായാലും പൊടിയൊക്കെ ഉണ്ടാവില്ലേ? ഗൈസ്, ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡ് ചെയ്തു. പക്ഷെ ഞാൻ എടുത്ത ഇത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. ബട്ട് ഞാൻ ബാക്ക് ക്യാമറ ആണ് എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കിട്ടിയിട്ടില്ല. ഓക്കെ, എനിവേസ് ഞാൻ പറയാം ഗൈസ്, ഇവൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, കിട്ടുന്നുണ്ട്. ഇവൻ ജിമ്മ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു.
പക്ഷേ ഞാൻ ഇവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തു. ബിക്കോസ് എന്താന്ന് വെച്ചാ ഞാൻ പറയാം സമയം എത്രയായിന്ന്, 10:30 10:34. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് രണ്ടാമത്തെ ഒരു ബ്രഞ്ചിന്റെ ടൈം ആയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ കോഫി എന്തെങ്കിലും സ്നാക്ക് ഒക്കെ കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോഴും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങുമ്പോൾ കഴിച്ച ഒരു കുഞ്ഞു പഴമില്ലേ, ഒരു ഞാലിപ്പൂവും പഴം, അതിന്റെ ഒരു പീസാണ് ഞാൻ കഴിച്ചത്. അത് ചെറിയൊരു പഴം, അതെനിക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ 2 കഴിച്ചായിരുന്നു, ഞാൻ 2 പഴം കഴിച്ചായിരുന്നു. എന്നിട്ട് എനിക്ക് ഇപ്പോഴും വിശപ്പ് വന്നിട്ടില്ല. അതെന്താന്ന് എനിക്കറിഞ്ഞൂടെ. ഇവൻ വേറെ ഏതോ ഒരു മോഡ് പോയിട്ടുണ്ട്. ഇവൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇവന് വിശക്കില്ലായിരിക്കും. അതുകൊണ്ട് സാധാരണ ഇവനാണ് ഓൺ ആയതുകൊണ്ട് എനിക്ക് വിശപ്പ് വന്നിട്ടില്ല. വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനാ മൂങ്ങുന്നത്. പക്ഷെ ഇന്ന് ഇവന് വിശപ്പില്ലെന്ന്. അപ്പൊ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചാ, നമ്മൾ ആര്യസ് പോയി കഴിക്കാൻ പ്ലാൻ ചെയ്തു. ഞാൻ ഇവനെ ഡീമോട്ടിവേറ്റ് ചെയ്തത് ആര്യസ് പോയി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാന്ന് ആലോചിച്ചു. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് നമുക്ക് അത് തന്നെ ഞാനും പിടിക്കുന്നതായിരിക്കും എനിക്ക് നല്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നീ വർക്കൗട്ടിനൊക്കെ എന്തിനാ പോകുന്നത്, ഇതന്നെയല്ലേ കഴിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എല്ലാരും വന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യും. നമുക്ക് പാർക്കിംഗ് കിട്ടി ഗായ്സ്. ഇവിടെ പാർക്കിംഗ് കിട്ടാറില്ല ആഫ്റ്റർ സോ ലോങ്. ഓക്കെ, ഈ ചേട്ടൻ ഓക്കെ ഫൈൻ, നമുക്ക് പാർക്കിംഗ് കിട്ടി. നേരെ പോയി കഴിക്കാം. അത്ര എനിക്ക് വിശക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ജിമ്മിന്റെ കോസ്റ്റ്യൂമിൽ വന്നേക്കുന്നത്. ഞാൻ ഇത് ഓർത്തില്ലല്ലോ. അപ്പൊ ഞാനോ? നീ വന്നിട്ട് സ്ലീവ്ലെസ് അല്ലല്ലോ, ഞാൻ സ്ലീവ്ലെസ് ഇട്ട് വന്നേക്കുന്നേ. ശരി ഗൈസ്, കേറട്ടെ. എന്താ നീ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോകുന്ന ആര്യസിൽ? ഇഡ്ഡലി. ഇഡ്ഡലിയാ? ഇഡ്ഡലിയിൽ ഓയിൽ ഉണ്ടാവോ? ഇഡ്ഡലിയിൽ ഓയില് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല, അത് വേവിച്ചെടുക്കുന്നല്ലേ, ആവിയിൽ വേവിച്ചെടുക്കുന്ന. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇഡ്ഡലി കഴിക്കാന്ന് ആലോചിച്ച് ഗൈസ്. അതെ, ഒരു ഫിൽറ്റർ കോഫി. ബ്രൂ കോഫിയാ? ഫിൽറ്റർ കോഫി. പക്ഷെ അതിൽ ഷുഗർ ഉണ്ടാവും. അതിൽ നമുക്ക് ഷുഗർ ഫ്രീ ഇടാം. ഷുഗർ ഫ്രീയാ? നന്നായി. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ 2 മുട്ടയൊക്കെ കഴിക്കും കേട്ടോ. നിന്നെ പോലെയല്ലോ. ഇനി പോയി കഴിക്കും. പിന്നെന്താ ഇതിലൊന്നും പ്രോട്ടീൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മുട്ടയോ? ആര്യാസിൽ മുട്ട ഉണ്ടോന്ന് ചോദിച്ചാൽ അവരെന്നെ എടുത്തിട്ട് ഇടിക്ക് അങ്ങോട്ട് പറത്തും. മുട്ട പൊറോട്ട ആക്കി മുട്ട ദോശ ആക്കും എന്നെ. പിന്നെ ഇവനത് കിട്ടണോ? ഇവന്റെ ചോദിക്കാൻ പറഞ്ഞാലോ? എന്ത് മുട്ടയാ? ആര്യസിൽ മുട്ട വയ്ക്കാൻ പറ്റില്ല. മുട്ട വെജിറ്റേറിയൻ ആടാ. മുട്ട വെജിറ്റേറിയനാ? അല്ലേ? മുട്ട എപ്പോഴാ വെജിറ്റേറിയൻ ആക്കിയത്? മുട്ട എപ്പോഴോ വെജിറ്റേറിയൻ ആക്കി. പക്ഷെ ഇതുപോലെ വെജ് റെസ്റ്റോറന്റിലൊന്നും ഉണ്ടാവില്ല. വെജിറ്റേറിയൻ ആക്കിയെന്നേ ഉള്ളൂ. മുട്ടയൊന്നും വെജ് അല്ല. പക്ഷെ എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ ചിത്തപ്പൻ്റെ ഒക്കെ ഹോട്ടലിൽ മുട്ട അത് വെജിറ്റേറിയൻ ആയിരുന്നു. ആ സമയത്ത് അവിടെ മുട്ട ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത് മുട്ട വെജിറ്റേറിയൻ ആണ്. അപ്പൊ അവര് പണ്ട് മുതലേ അത് വെജാക്കിയില്ലേ? അതെ, അവര് വെജാക്കി. അപ്പൊ നമ്മുടെ ഫുഡ് വരട്ടെ, വന്നിട്ട് നമുക്ക് കഴിക്കാം. നല്ല എനിക്കിപ്പോ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. എനിക്ക് വിശക്കുന്നോണ്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അത്ര എനർജി ഇല്ല. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ആര്യസില് പൂ പോലത്തെ ഇഡലി ഗൈസ്. പൂ പോലത്തെ ഇഡലി. പൂവാ. നല്ല ചൂട് ഇഡലി. പൂ ഒന്ന് കഴിക്കണേ. മല്ലിപ്പൂ. നല്ല ചൂടുണ്ട്. സാമ്പാർ നല്ല ചൂടുണ്ട് ഗൈസ്. എനിക്ക് ആര്യസിലെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാംഗ്ലൂരിലെ സാമ്പാർ. ബാംഗ്ലൂരിലെ സാമ്പാറിൽ കുറച്ച് മധുരം ഉണ്ടാവും. രാമേശ്വരം കഫേയിൽ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. ഇപ്പൊ തൽക്കാലം ഇത് കഴിച്ചോട്ടോ. ഈ സാമ്പാർ കുറച്ച് ഇലയിൽ ഒഴിക്കുക. നമ്മൾ ഇലയിൽ ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ? സാധാരണ നോർമലി പ്ലേറ്റിൽ കഴിക്കുന്നേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. എനിക്ക് ഇത്ര വിശന്നിട്ട് ഈ സാധനം ഫ്രണ്ടിലിരുന്നിട്ട് കഴിക്കാണ്ട് എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നേ? ഞാൻ കഴിക്കാൻ പോലെ. ഗുഡ് ബോയ്. നീ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കും. ഞാൻ കഴിക്കാൻ പോകുന്ന പൂമണിയുടെ കല്യാണത്തിന് കഴിച്ച പോലെ ഉണ്ട് അല്ലേ? കല്യാണത്തിന് ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഹാർട്ട് ഷേപ്പിൽ ഇഡ്ഡലി. നല്ലായിരുന്നു. അതെ, അതുപോലത്തെ ഉണ്ട്. നിലാവ് തന്തായ് നിലാവ് തന്തായ്. ഏത് പാട്ടാ അത്? ഒരു ഓട്ടച്ചേട്ടൻ വരുന്നുണ്ട്. ഓട്ടച്ചേട്ടൻ പോട്ടെ. താങ്ക് യു ചേട്ടാ.
സെക്യൂരിറ്റി ഭയങ്കര എനർജറ്റിക് ആണ്. മോർണിംഗ് ആയതുകൊണ്ട് എനർജറ്റിക് ആയിരിക്കും. വൈകുന്നേരം ആവുമ്പോ ബൂസ്റ്റ് എന്തോ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൂസ്റ്റ് ഇവിടെ ബൂസ്റ്റ് കിട്ടത്തില്ലല്ലോ. സീക്രട്ട് ഓഫ് മൈ എനർജി. ആര്യസിൽ ബൂസ്റ്റ് കിട്ടുമോ? സോറി ഇത് ആഡ് അല്ല. ആര്യസില് ബൂസ്റ്റ് കിട്ടുമോന്നറിയില്ല. ഓക്കെ ഗൈസ്, നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനി നേരെ കയ്യില് ഒട്ടിപ്പിടിച്ചേക്കണം. ഇനി ഇവളെ കൊണ്ടാക്കണം. അതിനു മുമ്പ് എനിക്ക് സുമിത്തിനെ ഒന്ന് കാണുന്നുണ്ട്. അവൻ ഇവിടെ ഉണ്ട്. അപ്പൊ അവനൊന്ന് കണ്ടിട്ട് അവൻ്റെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊന്ന് വാങ്ങിയിട്ട് ഇവളെ ആക്കിയിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് പോകണം. നീ ആക്കുന്നുണ്ടല്ലോ ആവശ്യത്തിന്. നിന്നെ ആക്കും. അതെ, നീ ആക്കുന്നുണ്ടല്ലോ ആവശ്യത്തിന്. നമ്മൾ എക്സ്പ്രസ് വേയിൽ കിടന്ന് കറങ്ങുന്നു ഗൈസ്. എക്സ്പ്രസ് വേ പണ്ടത്തെ എക്സ്പ്രസ് വേ അല്ല, ഇപ്പം ഫുള്ളി അപ്ഡേറ്റഡ് എക്സ്പ്രസ് വേ ആണ്. സൈഡിലുള്ള പണ്ട് ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ സൈഡിലൊക്കെ ഇരിക്കുമായിരിക്കും അല്ലെ, ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ഈ ഒരു തിട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വൈകിട്ട്. ഇപ്പൊ ഈ കപ്പിൾ കോർണർ ഒന്നും ഇല്ല ഗൈസ് എക്സ്പ്രസ് വേയില്. പാവം. പക്ഷെ അതൊരു നല്ല വൈബായിരുന്നു. അല്ല, കണ്ടുപോവാൻ നമുക്ക്. ഇവനെ പോലുള്ള വായി നോക്കികൾക്ക്. അതെ അതെ, വായി നോക്കികൾക്ക് ചെയ്യാനാ. AC കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജെയിൻ ടഫൽ കണ്ട് അവിടെ അതിലേക്കൂടെ പോയിട്ട് അവനൊന്ന് കണ്ടിട്ട് അത് വാങ്ങിയിട്ട് പോവാം. ഇന്നത്തെ വർക്കൗട്ടും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അതി ഫുഡ് വർക്കൗട്ട് നല്ലായിരുന്നു. രാവിലെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാ. കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും. ഫുഡും കഴിച്ച് അങ്ങനെ ഉറങ്ങി. രാവിലെ ഒക്കെ ചെയ്ത ഓഫീസിൽ പോയി കിടന്ന് ഉറങ്ങാൻ സമയം ഉണ്ടാവും. രാവിലെ ഞാൻ പണ്ട് രാവിലെ പോയിക്കൊണ്ടിരുന്ന ജിമ്മില്. അപ്പൊ എനിക്കൊരു 12 മണി ഒരു ഉച്ചയൊക്കെ ആകുമ്പോ എനിക്ക് നല്ല ഉറക്കം വരും. ടേബിളിൽ ചുമ്മാ തല വെച്ചാ ഒരു 1 hour ഉറങ്ങാം നമുക്ക്. ഞാനൊരു 5:30 എണീറ്റാ പോയിക്കൊണ്ടിരുന്നത്. മേ ബി നേരത്തെ എണീക്കുന്നോണ്ടായിരിക്കും. നേരത്തെ എണീക്കും ചെയ്തു. പിന്നെ വർക്കൗട്ട് ഒരു 6 ഞാൻ ജിമ്മിൽ പോകും. 5:30 ആയിരുന്നു ഗൈസ് അതൊക്കെ. ആ ഒരു സമയൊക്കെ ഇവനെ ഞാൻ എന്ന് കണ്ടോ 5:30 രാവിലെ ഏർലി മോർണിംഗ് ഒന്നും ഞാൻ കാണാറില്ല. അതെ അതെ അതെ. ഇപ്പൊ എന്റെ പ്രശ്നമല്ലേ, നിന്റെ പ്രശ്നമല്ല. അല്ല, ഇവൻ നേരത്തെ എണീക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാനിപ്പോ നേരത്തെ ഞാനൊരു നൈറ്റ് പേഴ്സൺ ആൻഡ് ലേറ്റ് നൈറ്റ് പേഴ്സൺ. അതെ, മോർണിംഗ് ഒന്നും നമുക്ക് പറ്റൂല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഇടയ്ക്ക് എനിക്ക് മോർണിംഗ് പറ്റുന്നില്ല ഗൈസ്. നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല. കാശ്മീരി കാശ്മീരി എന്നെ സാധനമൊക്കെ കൊണ്ടുപോയ കാശ്മീരി. എന്താ മോനെ ലുക്കായല്ലോ കാശ്മീരിലൊക്കെ പോയിട്ട്. എടാ കളറായല്ലോ നീ. എടാ കളറായല്ലോ. നിന്നെ കാണാൻ. എന്നെ കാണാനാ? എന്നെ കണ്ടിട്ട് ചവിട്ടി തോട്ടിലിടാൻ. നമ്മള് സാധനമൊക്കെ വാങ്ങി. അവൻ്റെ നിന്ന് കുറച്ച് എൻ്റെ കാർഡൊക്കെ അവൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങി ഗൈസ്. നമ്മൾ ഇനി നേരെ പോവാ. ഇന്നത്തെ ദിവസം ജിം ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. അതെ, ജിം ഡേ ഇപ്പൊ തന്നെ 11:30 ആയി. ഇനി നമ്മുടെ അടുത്ത ഡേ എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ ദിവസം വേറെ പ്ലാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പൊ കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് എടുക്ക, എന്നിട്ട് പതിയെ ബാക്കിയുള്ളത് കാണാം. രാവിലെ ബാക്കി ഉറങ്ങാനുണ്ടല്ലേ. അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. നമ്മൾ എൻഡ് ചെയ്യുന്നു ഗൈസ്. അതെ, ഈ വ്ളോഗ് ഇവിടെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ഇന്നത്തെ ജിം വ്ളോഗ്, മോർണിംഗ് ജിം വ്ളോഗ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുന്നു ഗൈസ്. സോ എന്താ പ്ലാനിങ്? എന്താ പ്ലാനിങ് ഫോർ ന്യൂ ഇയറിന്റെ പ്ലാനിങ്? ചുമ്മാ ഞാൻ ചോദിക്കുന്നത്, നമ്മള് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഒരു പ്ലാനും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്ലാൻസ് എന്തെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഹിയർ. ലാസ്റ്റ് ഇയർ നമ്മൾ 1 month മുമ്പേ നവംബർ മിഡ് ഒക്കെ ആയപ്പോഴേ നമ്മള് ന്യൂ ഇയറിന്റെ പ്ലാൻ ചെയ്ത് ബുക്കും ചെയ്ത് വെച്ചായിരുന്നു. നവംബറിലാണോ ഡിസംബറിലല്ലേ? നവംബറിൽ ബുക്ക് ചെയ്തു നമ്മൾ. ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ഒരു വൈബില്ല. മാക്സിമം വലിയ ഹെവി ആക്കണ്ടെന്ന രീതിക്കാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും നോക്കിയിട്ടില്ല. എന്തേലും ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോവാ, ഇല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അത് ഒരു ചെറിയ പരിപാടി പോലെ എന്തെങ്കിലും സഡൻ പ്ലാൻ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഗൈസ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ അപ്ഡേറ്റ് ദി വ്ലോഗ്. ഒരു വലിയ പാർട്ടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് ഒതുങ്ങിയതാണ്. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരും. അതാണ് ഗൈസ്. അപ്പൊ നമ്മള് ഇന്ത്യയിലെ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം ഗൈസ്. See you. Till then, bye guys.